ഫാത്തിമ. ഒന്ന് റീനെയിം ചെയ്യട്ടെ. ഹിബ, ഷയാൻ, ഇസാൻ, അയാന, ഹൈബിൻ. ഗുഡ് ഈവനിങ് ഋതിക. ഗുഡ് ഈവനിങ് മിസ്. ഗുഡ് ഈവനിങ് നൈറ. എല്ലാരും ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ? എല്ലാരും ജോയിൻ ചെയ്തിട്ടില്ല അല്ലെ? ഹോംവർക്ക് ഗ്രൂപ്പിലുള്ള പറഞ്ഞില്ലേ? അത് വരക്കുന്നത് എങ്ങനെയാന്നുള്ളത് ഒന്ന് ഗ്രൂപ്പിൽ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ ഹോംവർക്കുകളും ഗ്രൂപ്പിൽ ഇടണ്ട കേട്ടോ. ഒരു മിനിറ്റ്. One, two, three, four, five, six, 7, 8, 9, 12 ആൾക്കാരേ ഉള്ളൂ അല്ലെ? ബാക്കിയുള്ളവര് ഒക്കെ ജോയിൻ ചെയ്തിട്ടില്ല അല്ലെ? ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ എല്ലാരും ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ചെയ്തോ? ആരെങ്കിലും നീ ചെയ്യാത്തുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നമ്മൾ ഏത് പേജ് വരെയാണ് ചെയ്തേ? മാം, ഈ ബുക്കിൽ ഏതിലും ഹോംവർക്ക് ഉണ്ടോ? എ ബുക്കിൽ എത്ര പേജ് ചെയ്യുന്നോ അത് ബി ബുക്കിൽ ഹോംവർക്ക് ആണ്. ഓക്കെ, എ ബുക്കിൽ എത്ര പേജ് ചെയ്യുന്നോ അത് ബി ബുക്കിൽ ഹോംവർക്ക് ഉണ്ട് കേട്ടാ. ബി ബുക്കിൽ ചെയ്തിട്ടില്ല. ബി ബുക്കിൽ ചെയ്യണം. ബി ബുക്കിൽ ഹോംവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഏത് പേജ് വരെയാണ് നമ്മൾ ലാസ്റ്റ് ചെയ്തേ? 3, പേജ് നമ്പർ 3 അല്ലേ? ഓക്കെ, വരച്ചോ? എല്ലാരും വരച്ചോ? എല്ലാരും വരച്ചു അല്ലേ? ഓക്കെ, ഇനി എല്ലാരും പേജ് നമ്പർ 4 എടുത്തേ. നൈറ, ഫാത്തിമ, ഹിബ, അൽഹാൻ, ഐമൻ, അലി. ഒന്ന് ക്യാമറ ഓൺ ചെയ്യണേ. നൈറ ആൻഡ് ഫാത്തിമ, ഹിബ, ക്യാമറ ഓൺ ചെയ്യണേ. ഐമൻ, ക്യാമറ ഓൺ ചെയ്യാണ്ട് ആരും ഇരിക്കരുത് കേട്ടോ. ക്യാമറ ഓൺ ചെയ്തിട്ട് തന്നെ ഇരിക്കണം. ടീച്ചർ, ഒരു മിനിറ്റ്, ഞാൻ ബുക്ക് എടുത്തിട്ട് വരാം. ഓക്കെ, നൈറ എവിടെ ഉണ്ടോ? നൈറ? ഓക്കെ, ഇനി എല്ലാരും പേജ് നമ്പർ 4 എടുക്കുക കേട്ടോ. എല്ലാരും പേജ് നമ്പർ 4 എടുത്തേ. ഓക്കെ, പേജ് നമ്പർ 4 കുറെ നമ്പേഴ്സ് കാണാം അല്ലെ? അതില് ഇനി അബാക്കസ് വെച്ചിട്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നമ്മൾ അബാക്കസ് വെച്ചിട്ട് ഏതൊക്കെ ഫിംഗർ വെച്ചിട്ടാ ഫിംഗർ മൂവ്മെന്റ്സ് പഠിച്ചോ? ഏതൊക്കെ ഫിംഗർ വെച്ചിട്ടാ ബീഡ് മൂവ് ചെയ്യേണ്ടതെന്നുള്ളത്? ഇല്ല. ഓക്കെ, എല്ലാരും അബാക്കസ് ടൂൾ എടുത്തേ. നമ്മൾ അബാക്കസ് ഹോൾഡ് ചെയ്യേണ്ടത് തം ഫിംഗർ. നേരെ പഠിച്ചതാണോ അതോ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ക്ലാസ്സിൽ പറഞ്ഞോ? അറിയാം, ഓൾറെഡി പഠിച്ചതാണ് അല്ലേ? യെസ്, നമ്മൾ അബാക്കസ് ഹോൾഡ് ചെയ്യുന്ന ഇതുപോലെ ഹോൾഡ് ചെയ്ത് പിടിക്കാം. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എല്ലാരും ഹോൾഡ് ചെയ്ത് ഇങ്ങനെ കാണിക്കണ്ട, അവിടെ താഴെ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കാം. താഴെ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കാം. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മുകൾക്ക് പൊക്കി പിടിച്ചേക്കുന്നത്. നിങ്ങൾ അത് അവിടെ താഴെ വെച്ചിട്ട് ഇതുപോലെ പിടിക്കാം. എന്നിട്ട് റൈറ്റ് ഹാൻഡിൽ പെന്ന് ഹോൾഡ് ചെയ്യുക. പെൻസിൽ, സോറി, ഷാർപ്പ് ഭാഗം താഴേക്കാവുന്ന രീതിക്ക് ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. താഴെ ഭാഗം ഷാർപ്പ് ഭാഗം. ഒന്ന് ആരെങ്കിലും ഒന്ന് കാണിച്ചേ. ഒന്ന് പിടിച്ചിട്ട് എൽ ഷേപ്പില്. അതാ അർസ പിടിച്ചിരിക്കുന്ന പോലെ. ഓക്കെ, അതുപോലെ പിടിക്കാം കേട്ടോ. ഓക്കെ, ഇനി വൺസ് റോഡില് ലോവർ ബീഡില് ആഡ് ചെയ്യാൻ തം ഫിംഗർ. ലോവർ ബീഡില് ഇതുപോലെ അർസ ഒന്ന് കാണിച്ചു കൊടുത്തേ. എന്റെ കയ്യിൽ ഇപ്പൊ പെൻസിൽ ഇവിടെ കാണുന്നില്ല. ഓക്കെ, അർസ പിടിച്ചേക്കുന്നത് കണ്ടോ? ഇല്ല. പെണ്ണ് മിനിറ്റ്.
ഞാൻ ഓട്ടോമാറ്റിക്കലി ലെഫ്റ്റ് ആയി. എങ്ങനാ? ഓക്കെ, ഇതാണ് നിങ്ങൾ പെൻസിൽ വേണം കേട്ടോ. പെൻ ആരും ഉപയോഗിക്കരുത്, പെൻസിൽ വേണം. പെൻസിലിന്റെ ഷാർപ്പ് ഭാഗം താഴേക്കാവുന്ന രീതിക്ക് ഇതുപോലെ പിടിക്കാം. എൽ ഷേപ്പില് എല്ലാക്കിയേ. ബാക്കി 3 ഫിംഗേഴ്സ് കൊണ്ട്. യെസ്, ഇത് എന്തിനാന്ന് വെച്ചാല് എന്തിനാണ്? ഫാസ്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. എന്തിനാണ്? അബാക്കസിൽ ഫാസ്റ്റ് ആണ് മെയിൻ ആയിട്ട് ഉള്ളത്. എന്തിനാണ്? നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ടൂളിൽ ഇങ്ങനെ ചെയ്തിട്ട് ഫാസ്റ്റ് ആയിട്ട് എഴുതാം, ഇങ്ങനെ ടൂളിൽ ചെയ്തിട്ട് ഫാസ്റ്റ് ആയിട്ട് എഴുതാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പിടിക്കുന്നത്. ഓക്കെ ഓക്കെ. ഇനി വൺസ് റോഡില് ലോവർ ബീഡില് ഏത് ഫിംഗർ വെച്ചിട്ട് ആഡ് ചെയ്യണ്ടേ? തം ഫിംഗർ വെച്ചിട്ട്. ഫിംഗേഴ്സ് ഒക്കെ അറിയാലോ എല്ലാവർക്കും. ഇത് തം ഫിംഗർ, ഇത് ഇൻഡെക്സ് ഫിംഗർ, ഇത് മിഡിൽ ഫിംഗർ, ഇത് റിംഗ് ഫിംഗർ, ഇത് സ്മോൾ ഫിംഗർ. അതറിയാതെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ. അപ്പൊ നമ്മൾ വൺസ് റോഡില് ലോവർ ബീഡില് ആഡ് ചെയ്യുന്നത് തം ഫിംഗർ വെച്ചിട്ട്. ഏത്? വൺസ് റോഡിൽ. വൺസ് റോഡിൽ മാത്രം നമ്മൾ റൈറ്റ് ഹാൻഡ് ഉപയോഗിക്കുള്ളൂ. ഏത് ഹാൻഡ്? റൈറ്റ് ഹാൻഡ്. റൈറ്റ് ഹാൻഡിലെ തമ്പ് ഫിംഗർ വെച്ചിട്ട് ലോവർ ബീഡില് ആഡ് ചെയ്ത് കൊടുക്കാൻ. 1 2. ലോവർ ബീഡിൽ ഏതൊക്കെയാണ് വൺസ് റോഡിൽ ഉള്ളത്? 1 2 3 4. 1 to 4 വരെ ആഡ് ചെയ്യുന്നത് തം ഫിംഗർ. ഇനി അത് ലെസ് ചെയ്യുന്നത് ഇൻഡെക്സ് ഫിംഗർ. ലെസ് ചെയ്യൽ എങ്ങനെയാണ്? ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ട് ലെസ് ചെയ്യും. ഓക്കെ. ഇനി അപ്പർ ബീഡില് ആഡ് ചെയ്യുകയും ലെസ് ചെയ്യുകയും ചെയ്യുന്നത് ഇൻഡെക്സ് ഫിംഗർ. അപ്പർ ബീഡിൽ ആരാ ഉള്ളത്? 5 അല്ലേ? യെസ്. അപ്പോ ലോവർ ബീഡില് ആഡ് ചെയ്യുന്ന തം ഫിംഗർ, ലെസ് ചെയ്യുന്ന ഇൻഡെക്സ് ഫിംഗർ. അപ്പർ ബീഡില് ആഡ് ചെയ്യുകയും ലെസ് ചെയ്യുകയും ചെയ്യുന്നത് ഇൻഡെക്സ് ഫിംഗർ. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കാം, ഞാൻ കുറെ നമ്പേഴ്സ് ചോദിക്കാം, അത് ഏത് ഫിംഗർ വെച്ചിട്ട് ആഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ. ഋതിക, 4 ആഡ് ചെയ്യാൻ ഏത് ഫിംഗറാ? ഋതിക, 4 ആഡ് ചെയ്യാൻ ഇൻഡെക്സ് ഫിംഗർ ആണോ? അല്ല. 4 ആഡ് ചെയ്യല് 4 എവിടെയുള്ളത്? ലോവർ ബീഡിൽ. ലോവർ ബീഡിൽ ആഡ് ചെയ്യാൻ തം ഫിംഗർ ആണ് കേട്ടോ. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ. ലോവർ ബീഡില് ആഡ് ചെയ്യാന് തം ഫിംഗർ, ലെസ് ചെയ്യാന് ഇൻഡെക്സ് ഫിംഗർ. ലോവർ ബീഡിൽ ആരൊക്കെയുള്ളത്? 1 2 3 4. 1 to 4 വരെ തം ഫിംഗർ വെച്ച് ആഡ് ചെയ്യാം, റൈറ്റ് ഹാൻഡ് കൊണ്ട്. ഇനി ലെസ് ചെയ്യണമെങ്കിൽ ഇൻഡെക്സ് ഫിംഗർ. 1 2 3 4 ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ട്. ഇനി അപ്പർ ബീഡിൽ 5 ആണുള്ളത്. 5നെ ആഡ് ചെയ്യുകയും ലെസ് ചെയ്യുകയും ചെയ്യുന്നത് ഇൻഡെക്സ് ഫിംഗർ. ആഡ് ചെയ്യുകയും ലെസ് ചെയ്യുകയും ചെയ്യുന്നത് ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ട്. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് നമ്മൾ ടൂള് പിടിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ടൂള് പിടിച്ചിട്ടാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് ഇതൊക്കെ ചെയ്യേണ്ടത്. ഓക്കെ. ഈ 2 ഫിംഗേഴ്സ് ലെഫ്റ്റ് ഹാൻഡിൽ ഫ്രീ ആക്കി വിടണം. ഇത് 2 വെച്ചിട്ടാണ് നമ്മൾ ടെൻസ് റോഡിൽ മൂവ് ചെയ്യുന്നത്. അപ്പൊ ഈ 2 ഫിംഗർ എന്ത് ചെയ്യാ? ഒഴിച്ചു വിട്ടിട്ട് ഇത് ഇങ്ങനെ പിടിക്കാം. ഈ 2 ഫിംഗർ മാത്രം ഫ്രീ ആക്കാം, ബാക്കി ഫിംഗേഴ്സ് കൊണ്ട് അബാക്കസ് പിടിക്കാം. ഓക്കെ. എങ്ങനെയാണ്? ലെഫ്റ്റ് ഹാൻഡിലെ റൈറ്റ് ഹാൻഡിലെ തം ഫിംഗർ വെച്ചിട്ട് ലോവർ ബീഡിൽ ആഡ് ചെയ്യാനും ഇൻഡെക്സ് ഫിംഗർ ലോവർ ബീഡിൽ ലെസ് ചെയ്യാനും. അപ്പർ ബീഡിൽ ആഡ് ചെയ്യുകയും ലെസ് ചെയ്യുകയും ചെയ്യുന്നത് ഇൻഡെക്സ് ഫിംഗർ. ഓക്കെ. ഇനി ഡൗട്ട് ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ. ഇസാൻ എന്ന് പറഞ്ഞ് 4 ആഡ് ചെയ്യാൻ ഏത് ഫിംഗർ ആയിരിക്കും? ഋതിക ശ്രദ്ധിക്കാം കേട്ടോ. ഇസാൻ, 4 ആഡ് ചെയ്യാൻ ഏത് ഫിംഗറാ? തം ഫിംഗർ. ഓക്കെ. 4 ലെസ് ചെയ്യാനോ? ഇൻഡെക്സ് ഫിംഗർ. ഓക്കെ. അർജുൻ പറഞ്ഞ 5 ആഡ് ചെയ്യാനോ? ഇൻഡെക്സ് ഫിംഗർ. 5 ലെസ് ചെയ്യാന്? ഇൻഡെക്സ്. ഓക്കെ. ഷാസിൽ ഒന്ന് പറഞ്ഞേ 3 ആഡ് ചെയ്യാന്? ഇൻഡെക്സ് ഫിംഗർ.
3 ആഡ് ചെയ്യാന് 3 എവിടെ ഉണ്ടാവുക? ലോവർ ബീഡിലല്ലേ. ലോവർ ബീഡിൽ ആഡ് ചെയ്യാൻ ഏത് ഫിംഗറാ? മനസ്സിലായിട്ടില്ലേ? ലോവർ ബീഡിൽ ആഡ് ചെയ്യാന് തം ഫിംഗർ, ലെസ് ചെയ്യാൻ ഇൻഡെക്സ് ഫിംഗർ. അപ്പർ ബീഡിൽ ആഡ് ചെയ്യുകയും ലെസ് ചെയ്യുകയും ചെയ്യുന്നത് ഇൻഡെക്സ് ഫിംഗർ. 3 ലോവർ ബീഡിലല്ലേ, 3 എടുക്കുന്ന ലോവർ ബീഡിലല്ലേ. അപ്പൊ 3 ആഡ് ചെയ്യാന് തം ഫിംഗർ. അപ്പൊ 3 ആഡ് ചെയ്യുന്ന ഏത് ഫിംഗർ വെച്ചിട്ടാണ്? തം ഫിംഗർ വെച്ചിട്ട്. 3 ലെസ് ചെയ്യുന്നത് ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ട്. ഓക്കെ ഓക്കെ, ബാക്കിയുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. ആൻസേഴ്സ് അവർ എന്താ പറയുന്നത് കറക്റ്റ് ആണോ ഇല്ല എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പൊ ഷാജിലിന് മനസ്സിലാവും. അയാന 5 ആഡ് ചെയ്യുന്ന ഏത് ഫിംഗറാ? പെട്ടെന്ന് പറയാ കേട്ടോ, ചോദിക്കുമ്പോ ചാടി പറയാം. 5 ഇൻഡെക്സ് ഫിംഗർ. 5 ലെസ് ചെയ്യുന്ന ഇൻഡെക്സ് ഫിംഗർ. 5 ആഡ് ചെയ്യുകയും ലെസ് ചെയ്യുകയും ചെയ്യുന്നത് ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ടാണ്. ഹാസിൻ 4 ആഡ് ചെയ്യുന്ന ഏത് ഫിംഗറാ? ഇൻഡെക്സ് ഫിംഗർ. 4 ഫിംഗർ, തം ഫിംഗർ. ഓക്കെ. 2 ലെസ് ചെയ്യുന്നതോ? 2 ലെസ് ചെയ്യുന്നതോ? ഇൻഡെക്സ് ഫിംഗർ. ഋതിക 6 ആഡ് അതെ സോറി ഇനി 6 ആഡ് ചെയ്യാൻ എന്ത് ചെയ്യണം? പിഞ്ച് ചെയ്യണം. എങ്ങനെ? പിഞ്ച് ചെയ്യാം. 6 ലെസ് ചെയ്യാന് സ്പ്ലിറ്റ് ചെയ്യാം. പിഞ്ച് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം. 6, 7, 8, 9 ഇതൊക്കെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യാന് പിഞ്ച് ചെയ്യാ, ലെസ് ചെയ്യാന് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, 6, 7, 8, 9 ആഡ് ചെയ്യാന് പിഞ്ച് ചെയ്യാ, ലെസ് ചെയ്യാന് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഇതിനൊരു വീഡിയോ ഞാൻ അയക്കാട്ടെ ഗ്രൂപ്പില്. ഓക്കെ, ഋതിക 4 ആഡ് ചെയ്യാൻ ഏത് ഫിംഗറാ? തം ഫിംഗർ. ഓക്കെ, 4 ലെസ് ചെയ്യാനോ? ഇൻഡെക്സ് ഫിംഗർ. ഓക്കെ, ആമാൻ എന്ന് പറഞ്ഞേ 1 ആഡ് ചെയ്യാന്? തം ഫിംഗർ. 5 ആഡ് ചെയ്യാനോ? ഇൻഡെക്സ് ഫിംഗർ. ഓക്കെ, ഹിബ 3 ആഡ് ചെയ്യാന്? ഓക്കെ, 3 ലെസ് ചെയ്യാന്? ഇൻഡെക്സ് ഫിംഗർ. ഓക്കെ, നൈറ 5 ആഡ് ചെയ്യാന്? 5 ക്യാമറ ഓൺ ചെയ്യ്, അല്ല സോറി മൈക്ക് ഓൺ ചെയ്യ്. ഇൻഡെക്സ് ഫിംഗർ. ഓക്കെ, 5 ലെസ് ചെയ്യാന്? തം ഫിംഗർ. 5 ലെസ് ചെയ്യാന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല് ലോവർ ബീഡിൽ ആഡ് ചെയ്യാൻ മാത്രം തം ഫിംഗർ ഉപയോഗിക്കുന്നുള്ളൂ. 1, 2, 3, 4 ബാക്കിയുള്ളതിനൊക്കെ ഇൻഡെക്സ് ഫിംഗർ ആണ്. ലോവർ ബീഡിൽ ആഡ് ചെയ്യാൻ മാത്രമേ തം ഫിംഗർ ഉള്ളൂ. ബാക്കിയുള്ളതിനൊക്കെ ഇൻഡെക്സ് ഫിംഗർ. ലോവർ ബീഡിൽ ലെസ് ചെയ്യാൻ, അപ്പർ ബീഡിൽ ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനും ഇൻഡെക്സ് ഫിംഗർ. ഓക്കെ, ഐമൻ 3 ആഡ് ചെയ്യുന്ന ഏത് ഫിംഗറാ? തം ഫിംഗർ. ഓക്കെ, ഇസ 5 ആഡ് ചെയ്യുന്നേ? ഇസ യെസ് മാം. 5 ആഡ് ചെയ്യുന്ന ഏത് ഫിംഗറാ? തം ഫിംഗർ. നോ, ഇൻഡെക്സ് ഫിംഗർ. 5 എന്ന് പറഞ്ഞാൽ മുകളിലാണ്. അപ്പർ ബീഡിൽ ആഡ് ചെയ്യുകയും ലെസ് ചെയ്യുകയും ചെയ്യുന്നത് ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ടാണ്. ഐഷ 5 ലെസ് ചെയ്യുന്ന ഏത് ഫിംഗറാ? ഇൻഡെക്സ്. ഓക്കെ, അൽഹാൻ 3 ആഡ് ചെയ്യുന്നേ? ഫിംഗർ. ഓക്കെ, ഷയാൻ 3 ലെസ് ചെയ്യുന്നേ? മാം ഐ ജോയിൻ നൗ. ഓക്കെ, മനസ്സിലായില്ലേ? നോ. ഓക്കെ, അബാക്കസില് നമ്മള് ഓരോ ബീഡ് മൂവ് ചെയ്യുന്നതിന് ഓരോ ഫിംഗേഴ്സ് ഉണ്ട്. വൺസ് റോഡില് റൈറ്റ് ഹാൻഡ് വെച്ചിട്ടാണ് നമ്മൾ ബീഡ്സ് മൂവ് ചെയ്യേണ്ടത്. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് നമ്മൾ ടൂൾ ഇതുപോലെ പിടിച്ചിട്ട് അവിടെ വെക്കുക. അവിടെ വെച്ചിട്ട് ഇതുപോലെ പിടിക്കുക. ഈ 2 ഫിംഗേഴ്സ് ഫ്രീ ആക്കി വിട്ടിട്ട് ബാക്കി ഫിംഗേഴ്സ് കൊണ്ട് ഇത് പിടിക്കുക. എന്നിട്ട് പെൻസിൽ ഇതുപോലെ ഷാർപ്പ് ഭാഗം, ഷാർപ്പ് സൈഡ് താഴേക്കാവുന്ന രീതിക്ക് പിടിക്കുക, എൽ ഷേപ്പില്. എന്നിട്ട് ലോവർ ബീഡിൽ ആഡ് ചെയ്യാൻ മാത്രം തം ഫിംഗർ. ലോവർ ബീഡിൽ ഏതൊക്കെയാണ്? 1, 2, 3, 4 ഈ 4 ബീഡ്സ് ആഡ് ചെയ്യാൻ തം ഫിംഗർ, ലെസ് ചെയ്യാൻ ഇൻഡെക്സ് ഫിംഗർ.
അപ്പർ ബീഡിൽ ആഡ് ചെയ്യുകയും ലെസ് ചെയ്യുകയും ചെയ്യുന്നത് ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ട്. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം ലോവർ ബീഡിൽ ആഡ് ചെയ്യാൻ മാത്രമേ തം ഫിംഗർ ഉള്ളൂ. 1 2 3 4 ഇതിന് ആഡ് ചെയ്യാൻ മാത്രം തം ഫിംഗർ. ബാക്കിയുള്ള എല്ലാത്തിനും ബാക്കിയുള്ള ലോവർ ബീഡിൽ ലെസ് ചെയ്യാൻ, അപ്പർ ബീഡിൽ ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനും ഇൻഡെക്സ് ഫിംഗർ. ഓക്കെ ഓക്കെ. ഇനി എല്ലാവരും പേജ് നമ്പർ ടെൻസ് റോഡിലെ ബീഡ് മൂവ്മെന്റ് എങ്ങനെയാന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ഇത് വരുമ്പോ ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. ഇനി എല്ലാവരും പേജ് നമ്പർ 4 എടുക്കുക. മാം ആ മുകളില് ഡേറ്റ് ടൈം ലിമിറ്റ് ടൈം തേക്കണ എഴുതിക്കണല്ലോ. അത് ടൈം ഞാൻ ഇനി നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ടൈമർ വെക്കും. ആ ടൈമിന്റെ ഉള്ളിൽ നിങ്ങൾ തീർക്കണം. അതിനാണ് ടൈം ലിമിറ്റ്, ഒരു ടൈം ലിമിറ്റ് ഉണ്ടാവും. എത്ര മിനിറ്റ് കൊണ്ടാണ് നിങ്ങൾ തീർത്തത് എന്നുണ്ടെങ്കിൽ അതാണ് ടൈം ടേക്കണിൽ എഴുതേണ്ടത്. ഓക്കെ ഓക്കെ. എല്ലാവരും പേജ് നമ്പർ 4 എടുക്കാം കേട്ടോ. മാം ചെയ്യട്ടെ? ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? 1 + 3 - 1. അതാണ്. അതെങ്ങനെയാ ചെയ്യുന്നത്? ആദ്യം നമ്മള് തം ഫിംഗർ വെച്ചിട്ട് വൺസ് റോഡിൽ 1 ആഡ് ചെയ്യുക. വൺസ് റോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സെന്ററിലുള്ള റോഡാണ്. തം ഫിംഗർ വെച്ചിട്ട് വൺസ് റോഡിൽ 1 ആഡ് ചെയ്യുക. ഇനി അതിലോട്ട് +3 ആണ്. അപ്പൊ ഈ 1ലോട്ട് തം ഫിംഗർ വെച്ചിട്ട് തന്നെ 3 ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി എന്താണ്? -1 ആണ്. -1 നമ്മൾ ഏത് ഫിംഗർ വെച്ചിട്ട് ചെയ്യണം? ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ട് -1 ചെയ്യാം. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി? 3. നിങ്ങൾ നോക്കിയാൽ 1 + 3 - 1 = 3. ഇപ്പൊ നമ്മൾ ബീഡ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തത് കണ്ടോ? യെസ്, അതുപോലെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4. ആഡ് 4 നമ്മൾ തം ഫിംഗർ വെച്ചിട്ട് ആഡ് ചെയ്യുക. ഇനി 1 ലെസ് ചെയ്യാനാണ് ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ട് 1 ലെസ് ചെയ്യുക. ആൻഡ് 1 ആഡ് ചെയ്യാൻ തം ഫിംഗർ വെച്ചിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ കിട്ടും 4. ഇനി ഇതിൽ ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ചെയ്യാൻ പറ്റൂലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. പേജ് നമ്പർ 4 സ്റ്റാർട്ട് ചെയ്തോളൂ. എല്ലാവരും ഒരു ടൂള് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ടൂള് പിടിക്കണം. റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് നമ്മൾ ബീഡ് മൂവ് ചെയ്യേണ്ടത് വൺസ് റോഡില്. എന്താ ചെയ്യാൻ ഡൗട്ട് ഉണ്ടോ? മാം, I don't understand. ഓക്കെ, ഏതാണ് മനസ്സിലാവാത്തെ? Addition. അഡീഷൻ ആണ് മനസ്സിലാവാത്തെ. അഡീഷൻ എങ്ങനെയാന്ന് വെച്ചാല് ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആഡ് 1. ഫോർത്ത് പേജ് എടുക്കാം കേട്ടോ. ഫോർത്ത് പേജിലാണ് നമ്മൾ ചെയ്യുന്നത് എ ബുക്കില്. അതിലെ ക്വസ്റ്റ്യൻ വന്നിട്ട് 1 + 3 - 1 അല്ലേ? യെസ്. അപ്പൊ ഫസ്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം? ആഡ് 1 ചെയ്യണമെങ്കിൽ ലോവർ ബീഡിന്ന് 1 ആഡ് ചെയ്യണം. ഇനി ആഡ് 3 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? 1ലോട്ട് 3 ബീഡ് കൂടി ഫ്രം ലോവർ ബീഡിന്ന് 3 ബീഡ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ആൻസർ 4 എന്ന് കിട്ടി അല്ലേ? ഇനി എന്താണ്? -1 ആണ്. -1 ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ 4 ന്നാണ് വാല്യൂ ബാറിൽ ടച്ച് ചെയ്തിരിക്കുന്ന ബീഡിൽ നിന്നാണ് നമ്മൾ ലെസ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഈ 4ന്ന് എന്ത് ചെയ്യണം? 1 ബീഡ് ലെസ് ചെയ്ത് കൊടുക്കണം, 1 ലെസ് ചെയ്യാൻ. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടിയല്ലോ? വാല്യൂ ബാറിൽ ടച്ച് ബാലൻസ് ആയി ലാസ്റ്റ്ലി ടച്ച് ചെയ്തിരിക്കുന്ന ബീഡാണ് അതിന്റെ ആൻസർ. ഇപ്പൊ എത്ര ആൻസർ? 3. യെസ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തിട്ട് അതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ ചെയ്യാന്. 4 -1 +1 ആൻസർ ഈസ് 4. യെസ്, വെരി ഗുഡ്. ഇനി ലോവർ ബീഡിൽ 1 to 4 വരെ ആഡ് ചെയ്യാൻ തം ഫിംഗർ, ലെസ് ചെയ്യാൻ ഇൻഡെക്സ് ഫിംഗർ. അപ്പർ ബീഡിൽ ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനും ഇൻഡെക്സ് ഫിംഗർ. ഇങ്ങനെ വേണം ചെയ്യാൻ. ഓക്കെ, 6 ആഡ് ചെയ്യാൻ പിൻ ചെയ്യുക, 6 ലെസ് ചെയ്യാൻ സ്പ്ലിറ്റ് ചെയ്യുക. 6 7 8 9 ഇതിനെ പിൻ ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുക. ആഡ് ചെയ്യാൻ പിൻ ചെയ്യുക, ലെസ് ചെയ്യാൻ സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഏതാ ക്ലിയർ ആവാത്തെ?
മാം ഞങ്ങൾ ഈ ക്ലാസ് വൈകിട്ടൊക്കെ ജോയിൻ ചെയ്തത്. അപ്പോ ഇതിന്റെ ഈ ഫിംഗേഴ്സ് യൂസ് ചെയ്യുന്നില്ലേ? അതാണ്ട് ആ ഭാഗം കേട്ടിട്ടുമില്ല, അതാണ്ട് മനസ്സിലാവുന്നില്ല. ഫിംഗേഴ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യണ്ടേ? ഫിംഗേഴ്സ് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മള് ലെഫ്റ്റ് ഹാൻഡില് നമ്മൾ ടൂൾ ഹോൾഡ് ചെയ്ത് പിടിക്കാം. ടൂൾ അവിടെ പിടിക്കേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ടാണ്. ഈ 2 ഫിംഗർ ഫ്രീ ആക്കിയിട്ട് ബാക്കി ഫിംഗേഴ്സ് കൊണ്ട് അത് പിടിക്കാം. ഹാൻഡ്, താഴെ വെച്ചിട്ട് പിടിക്കാം കേട്ടോ. ലെഫ്റ്റ് ഹാൻഡ്. ലെഫ്റ്റ് ഹാൻഡ്. റൈറ്റ് ഹാൻഡിൽ പെൻസിൽ ഹോൾഡ് ചെയ്യാം. അവിടെ വെച്ചോ. ഞാനിപ്പോ മോന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊക്കി പിടിക്കുന്നത്. മോൻ അത് അവിടെ വെച്ചോ. എന്നിട്ട് റൈറ്റ് ഹാൻഡിൽ പെൻസിൽ ഹോൾഡ് ചെയ്യാം. ഇതുപോലെ ഭാഗം താഴേക്കാവുന്ന രീതിക്ക്. ആൻഡ് ഇനി നമ്മള് വൺസ് റോഡിലാണ് നമ്മള് റൈറ്റ് ഹാൻഡ് കൊണ്ട് ബീഡ് മൂവ് ചെയ്യേണ്ടത്. റൈറ്റ് ഹാൻഡിൽ ലോവർ ബീഡ്, റൈറ്റ് ഹാൻഡിലെ ലോവർ ബീഡ് ഏതാണ്? വൺസ് റോഡിലെ ലോവർ ബീഡ് 1 2 3 4 ഇതല്ലേ ലോവർ ബീഡ്. അതിൽ ആഡ് ചെയ്യാൻ, അതിൽ ഏത് നമ്പർ 1 to 4 വരെ നമ്പർ ആഡ് ചെയ്യാൻ തം ഫിംഗർ, ലെസ് ചെയ്യാന് ഇൻഡെക്സ് ഫിംഗർ. ഓക്കെ, ഇത് ക്ലിയർ ആണോ? 1 ആഡ് ചെയ്യാൻ തം ഫിംഗർ, 1 ലെസ് ചെയ്യാൻ ഇൻഡെക്സ് ഫിംഗർ. 2 ആഡ് ചെയ്യാൻ തം ഫിംഗർ, 2 ലെസ് ചെയ്യാൻ ഇൻഡെക്സ് ഫിംഗർ. 4 ആഡ് ചെയ്യാൻ തം ഫിംഗർ, 4 ലെസ് ചെയ്യാൻ ഇൻഡെക്സ് ഫിംഗർ. 3 ആഡ് ചെയ്യാൻ തം ഫിംഗർ, 3 ലെസ് ചെയ്യാൻ ഇൻഡെക്സ് ഫിംഗർ. സൈഡിൽ ഒരു 0 1 2 3 4 5 6 7 അതെന്തുന്നാ? അത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റിംഗ് ആണ് കേട്ടോ. മറ്റേ കഴിഞ്ഞു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്ക് ആൻസേഴ്സിലാകാം ചെക്ക് ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പർ ബീഡിൽ ആഡ് ചെയ്യുകയും ലെസ് ചെയ്യുകയും ചെയ്യുന്നത് ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ടാട്ടോ. ഓക്കെ, ഇനി ചെയ്തോ. കഴിഞ്ഞു. ഓക്കെ, ഇനി ആരുടെ ഫിനിഷ് ആവാത്ത? ഷെയാന്റെ അല്ലാത്ത? ഷെയാന്റെ അല്ലാത്ത ആരുടെയും ഫിനിഷ് ആവാനുണ്ടോ? ഇനി ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഓക്കെ, ഇസയുടെ, ഋതികയുടെ, ഐഷയുടെ, ഹിബയുടെ. ഓക്കെ, നമ്മളിനി നെക്സ്റ്റ് ക്ലാസ് മുതൽ എന്താക്കും? അർസയുടെ ഫിനിഷ് ആയിട്ടില്ലേ? അർസ ഫിനിഷ് ആയോ? പിന്നെ ഹാൻഡ് റൈസ് ചെയ്തേ. ഓക്കെ, ഹലോ മിസ്സേ. മിസ്സേ, അയാനയുടെ കഴിഞ്ഞ ദിവസം ജോയിൻ ചെയ്തായിരുന്നു. പിന്നെ അത് പ്രിന്റ് എടുത്തില്ലായിരുന്നേ. ഡ്യൂട്ടി ഒക്കെ ചെയ്തുകൊണ്ട് തിരക്കായി പോയി. അപ്പൊ ഇന്നലെ പ്രിന്റ് എടുക്കാൻ പറ്റിയില്ല. ഓക്കെ. അതില് ആളുടെ അടുത്തുള്ള ബുക്കില് ഏത് പേജിലാ ഡയറക്റ്റ് അഡീഷനും സബ്സ്ട്രാക്ഷനും വരുന്നേ? ഫസ്റ്റ് പേജില് ഐ മീൻ ബീഡ്സ് വരക്കാനുള്ള പേജ് കഴിഞ്ഞിട്ട് നമ്പേഴ്സ് വരുന്ന പേജ് ഉണ്ടല്ലോ. അത് ചെയ്തപ്പോ തൽക്കാലത്തിന്. നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്കും എന്തായാലും വെക്കട്ടെ. കാരണം ഇനി നമുക്ക് ഫോർമുലാസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതില് ചെയ്യാൻ പറ്റൂല. അത് ചെയ്തോ. കാരണം ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫോർമുലാസ് വരുമ്പോ നമ്മളെ ബുക്ക് തന്നെ ഫോളോ ചെയ്ത് പോവേണ്ടി വരും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ടെക്സ്റ്റ് ബുക്ക് നമുക്ക് അയച്ചു തരുമോ? അത് കൊറിയർ അയക്കാൻ പറ്റുന്നതാണോ? ഇപ്പോ എവിടെ? നിങ്ങള് യുഎയിലാണോ? യു കെയിലാണ്. അപ്പൊ അങ്ങോട്ടേക്കൊന്നും കൊറിയർ ഉണ്ടാവില്ലായിരിക്കും. ഇല്ലല്ലേ? ഓക്കെ, ഞാൻ പ്രിന്റ് എടുത്തോളാം അടുത്ത ദിവസത്തേക്ക്. പിന്നെ നാട്ടിൽ ആരെങ്കിലും എത്തിക്കാനൊക്കെ ഉണ്ടെങ്കിൽ പറ്റുമായിരിക്കും. എന്താ ടൈം ലിമിറ്റ് എത്ര? ടൈം ലിമിറ്റ് ഇപ്പോഴല്ല, നമ്മള് നെക്സ്റ്റ് ക്ലാസ് മുതലാണ് ടൈം ലിമിറ്റ് വെക്കുക കേട്ടോ. നിങ്ങൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കട്ടെ, അതിനനുസരിച്ച് നമ്മൾ ടൈം ലിമിറ്റ് കൊടുക്കും. നിങ്ങൾ പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ടൈം ലിമിറ്റ് കൊടുക്കും. ഓക്കെ, അൽഹാൻ എന്താ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചേക്കുന്നേ? മാം നെക്സ്റ്റ് പേജ് ചെയ്യണോ? നെക്സ്റ്റ് പേജ് ചെയ്തോളൂ. നെക്സ്റ്റ് പേജ് ചെയ്തോളൂ. 4th പേജ് ഫിനിഷ് ആയവര് 5th പേജ് ചെയ്യാട്ടോ. നമുക്ക് ഒന്നിച്ച് ആൻസർ നോക്കാം. 5th സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഷയാന് മനസ്സിലായിട്ടില്ല? ഓക്കെ അല്ലേ ഷയാൻ? ഓക്കെ ആണല്ലോ അല്ലേ?
ഓക്കെ വെരി ഗുഡ്. മിസ്സേ നമുക്ക് ഈ ബുക്സ് കൊറിയർ എത്താൻ എത്ര ദിവസം പിടിക്കും? നിങ്ങൾ നാട്ടിലാണോ? അതെ. കൊറിയർ പ്രൊഫഷണൽ കൊറിയർ ആണെന്നുണ്ടെങ്കിൽ ഒരു എത്ര ദിവസം എടുക്കും? ഒരു 3 to 4 ഡേയ്സിന്റെ ഉള്ളിൽ എത്താറുണ്ട്. ആണോ? മുസ്ലിന മാം എത്താറുണ്ട്. പോസ്റ്റ് വഴി അവർ പോസ്റ്റ് വഴി അയക്കാറുണ്ട്. പോസ്റ്റ് വഴി ആവുമ്പോ ഒരു 5 days ഒക്കെ എടുക്കാറുണ്ട്. തൽക്കാലം നമുക്ക് ചെയ്യാനുള്ളത്, നിങ്ങൾ ഓർഡർ കൊടുത്തിട്ടില്ലേ? കൊടുത്തിട്ടില്ല. ഞങ്ങൾ പ്രിന്റ് എടുക്കാന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ പിന്നെ അതിനേക്കാൾ നല്ല ഓർഡർ കൊടുക്കാന്ന് കരുതി. അപ്പൊ പ്രിന്റ് എടുക്കണോ? പ്രിന്റ് നമുക്കിപ്പോ ക്ലാസ് ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബുക്ക് വേണ്ടി വരും. കാരണം ബുക്കിലാണല്ലോ ഇപ്പൊ അവര് ചെയ്യുന്നേ. ബുക്കില്ലാണ്ട് കാരണം അവർക്ക് പ്രാക്ടീസ് ഒരു ഫസ്റ്റ് ടൈമിൽ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും ആൾക്ക്. ആള് 1 year ആയിട്ട് അബാക്കസ് പഠിച്ചോണ്ടിരിക്കുന്ന. പഠിച്ചോണ്ടിരിക്കുന്നതാണോ? ഓക്കെ ഓക്കെ. ഏത് ലെവൽ വരെ പോയിട്ടുണ്ട്? ലെവൽ ബി. ലെവൽ ബി. ലെവൽ ബി എന്ന് പറയുമ്പോ ലെവൽ 1, 2 അങ്ങനെയല്ലേ? ഇവർക്ക് ലെവൽ എ ബി അങ്ങനെയാ കൊടുക്കുന്നത്. ഓക്കെ. അതിൽ ഏതൊക്കെ ഫോർമുലാസ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാൻ എനിക്ക് അറിയില്ല. ഇപ്പൊ മൈൻഡ് അബാക്കസ് ആണ് ചെയ്തോണ്ടിരിക്കണേ. എന്നാലും ഞങ്ങൾ ബുക്ക് മേടിക്കാട്ടോ. ലെവൽ 1 ഡയറക്റ്റ് അഡീഷനും സബ്ട്രാക്ഷനും വരുന്ന മൈൻഡ് അബാക്കസ് ഉണ്ട്. അല്ലാണ്ട് നമ്മൾ ഫോർമുലാസ് വെച്ചിട്ട് ചെയ്യുന്ന മൈൻഡ് അബാക്കസ് ഉണ്ട്. ഇതില് ബീഡില് ചെയ്തോ. കഴിഞ്ഞ വർഷം ലാസ്റ്റ് ആയപ്പോഴാണ് സ്കൂളിൽ നിന്നാണ് കിട്ടുന്നത്. വീക്ക്ലി 1 ക്ലാസ് ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ ബീഡിൽ ആദ്യം ചെയ്തോണ്ടിരുന്നത്. പിന്നെ ക്ലാസ് ലാസ്റ്റ് ഇയർ അക്കാഡമിക് ഇയർ ലാസ്റ്റ് ആയപ്പോ നമുക്ക് മൈൻഡ് അബാക്കസ് സ്റ്റാർട്ട് ചെയ്താണ്. ഇപ്പൊ സെക്കൻഡ് ഇയറിലേക്ക് വന്നപ്പോ ഫുൾ മൈൻഡ് അബാക്കസ് ആയി. അല്ല, മൈൻഡ് അബാക്കസിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫോർമുലാസ് ആളെടുത്തൊന്ന് ചോദിച്ചു. അത് ചെയ്യലുണ്ട്. ബിഗ് ഫ്രണ്ട് ഫോർമുലയും സ്മോൾ ഫ്രണ്ട് ഫോർമുലയും കോമ്പിനേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചേ. ഉണ്ടോ? അറിയില്ല തോന്നുന്നുണ്ട്. അതാണ്. അത് നമ്മൾ ഇതില് ലെവൽ 1 നമ്മൾ അതൊക്കെ പഠിക്കും. ഇത് നമ്മള് അതും ഇതും നോക്കിയപ്പം ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് ബേസ് മുതൽ തന്നെ പോവാന്ന് കരുതി. അപ്പൊ ഇനി ബുക്സ് വാങ്ങുന്നവരെ നമ്മള് 5 days ഒക്കെ എടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കുറച്ച് പ്രിന്റ് എടുത്ത് വെക്കാം അല്ലെ? കുറച്ച് ആദ്യ ഭാഗങ്ങള് കുറച്ച് പ്രിന്റ് എടുത്ത് വെച്ചാൽ മതി. കാരണം ബുക്സ് വേണ്ടി വരും. ഓക്കെ, താങ്ക് യു. അതൊന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യട്ടോ. ഓക്കെ. ഓർഡർ ചെയ്യാൻ എന്താണ്? ഞാൻ അതൊന്നും നോക്കിയിട്ടില്ല. ഗ്രൂപ്പില് കുറച്ച് ബിസി ആയിരുന്നു. അതാ മൂസിന മാം, ഞാൻ അല്ലാത്ത വേറെ കോൾ വരുന്നുണ്ട്. ഓക്കെ, പെട്ടെന്ന് വാട്ടോ. ഓക്കെ, ഒന്നുകൂടെ പറയോ? അവരെടുത്ത് പറഞ്ഞാ മതി. അതിൽ ഞാൻ അല്ലാത്ത ഒരു മൂസിനെയും കൂടി ഉണ്ട്. ഇതിലിപ്പോ ഉണ്ട്. അവരിപ്പോ അവിടെ ഇല്ലാന്ന് തോന്നുന്നു, ഓൺലൈനിൽ ഇല്ലാന്ന് തോന്നുന്നു. അവരെടുത്ത് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഇർഫാന എന്ന് പറഞ്ഞിട്ടൊരു മാം ഉണ്ട്, അവരെടുത്ത് പറഞ്ഞാൽ മതി. ആ ഗ്രൂപ്പിലുണ്ട് അവരുടെ നമ്പർ. അവരെടുത്ത് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നാളെ തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ. ഞായറാഴ്ച ഒന്നും അവര് കൊറിയർ അയക്കാറില്ല. ശരി. ഓഫീസ് ടൈം ഉണ്ടാവൂലേ? ശരി. അപ്പൊ പെട്ടെന്ന് തന്നെ ഓർഡർ കൊടുത്താൽ മതി. നാളെ തന്നെ ചെയ്യാം. പോസ്റ്റ് വഴി അയക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടൈം എടുക്കും. പ്രൊഫഷണൽ കൊറിയർ ആണെങ്കിൽ പെട്ടെന്ന് കിട്ടാറുണ്ട്. ഓക്കെ എന്നാ. ഓക്കെ, ഏകദേശം എല്ലാവരുടെയും ഫിനിഷ് ആണോ? പെട്ടെന്ന് ചെയ്യാം, നമുക്ക് ക്ലാസ് മുന്നോട്ട് പോകണ്ടേ? മാം 3 more ഉണ്ട്. മാം 3 more. 5 more left. ഓക്കെ. Ma'am, finish. Okay, very good. Ma'am, finish. Okay, very good. ഇസാന് ഡൗട്ട് ഉണ്ടോ? ഇസാൻ സ്ലോ ആണ്. കുഴപ്പമില്ല, ഫാസ്റ്റ് ആയിക്കോളൂ കേട്ടോ. ഏതുവരെ ചെയ്തിട്ടുണ്ട് ഇസാൻ?
ഫിഫ്ത്ത് പേജ്. ഫിഫ്ത്ത് പേജ്. ഓക്കെ, ഫിഫ്ത്ത് പേജിൽ ഏത് ക്വസ്റ്റ്യനാ? എത്രാമത്തെ? ഫിഫ്ത്ത്. ഫിഫ്ത്ത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഓക്കെ, പെട്ടെന്ന് ചെയ്യാട്ടോ. അമാന്റെ എവിടെ വരെ എത്തിയിട്ടുണ്ട്? പേജ്. ഓക്കെ, മാം നെക്സ്റ്റ് പേജ് ചെയ്യണോ? ഫിഫ്ത്ത് പേജ് കഴിഞ്ഞവര് സിക്സ്ത് പേജ് ചെയ്തോളൂ കേട്ടോ. അതിലും സെയിം പാറ്റേൺ തന്നെയാണ്. പെട്ടെന്ന് ചെയ്താലേ നിങ്ങക്ക് ഹോംവർക്ക് ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ നിങ്ങക്ക് ഹോംവർക്ക് ആയിരിക്കും അത്. ഋതികക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ? ചെയ്യണ്ട്, പക്ഷെ കുറച്ച് മെല്ലെയാ ചെയ്യുന്നത്. അത് പിന്നെ കുറച്ച് കഴിയുമ്പോ ശരിയായിക്കോളും. പെൻസിൽ വെച്ചിട്ട് ബീഡ് മൂവ് ചെയ്യരുത് ഋതിക. ഏത് ഫിംഗറാ? ലോവർ ബീഡില് തം ഫിംഗർ ആഡ് ചെയ്യും, ലെസ് ചെയ്യാൻ ഇൻഡെക്സ് ഫിംഗർ. അപ്പർ ബീഡിൽ ആഡ് ചെയ്യാൻ ലെസ് ചെയ്യാൻ ചെയ്യുന്ന ഇൻഡെക്സ് ഫിംഗർ. ഏതാ ഇൻഡെക്സ് ഫിംഗർ? തം ഫിംഗർ ഏതാ? ഓക്കെ, എന്നാ അത് വെച്ചിട്ട് ചെയ്യ. ലോവർ ബീഡിൽ 1 to 4 വരെ ആഡ് ചെയ്യാൻ തം ഫിംഗർ, ലെസ് ചെയ്യാൻ ഇൻഡെക്സ് ഫിംഗർ. അപ്പർ ബീഡിൽ ആഡ് ചെയ്യാൻ ലെസ് ചെയ്യാൻ ചെയ്യുന്ന ഇൻഡെക്സ് ഫിംഗർ. ഇങ്ങനെ പിടിച്ചോ, ഇങ്ങനെ പിടിച്ചോ. ഇവിടെ പെൻസിൽ എവിടെ? റൈറ്റ് ഹാൻഡ്. റൈറ്റ് ഹാൻഡ് കൊണ്ടാണ്, ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടല്ല. റൈറ്റ് ഹാൻഡ് ഏതാ? താഴെ ഭാഗത്ത് കാക്കട. ഇത് എങ്ങനാ? ഫസ്റ്റ് വന്നപ്പോ കഴിഞ്ഞിട്ടുള്ളൂ, എഴുതണുള്ളൂ. എഴുതിക്കോ. One page finish. ഓക്കെ, സെക്കൻഡ് പേജ് ചെയ്തോട്ടോ. സിക്സ്ത് പേജ് ചെയ്യണം. ഫിഫ്ത് പേജ് ചെയ്തോ. ഫിഫ്ത് പേജ് ചെയ്തില്ലേ? സിക്സ്ത്. സിക്സ്ത് ചെയ്തു. ഇത് ആഡ് ചെയ്തതുപോലെ ആഡ് 3. ഡൗട്ട് വരികയാണെങ്കിൽ ചോദിക്കാട്ടോ. പെൻസിൽ വെച്ചിട്ട് ബീഡ് മൂവ് ചെയ്യരുത്. ഇതാ എങ്ങനാ? 5 വരുമ്പോ അവിടെ എന്ത് ചെയ്യും? എനിക്ക് കാണുന്നില്ല. ഈ ഇതില്ലേ, ഈ പേജ് 3 ആഡ് ചെയ്യാ. തം ഫിംഗർ വെച്ചിട്ട് 3 ആഡ് ചെയ്യാ. എന്നിട്ട് 2 ലെസ് ചെയ്യാൻ ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ട് 2 ലെസ് ചെയ്യാ. എന്നിട്ട് 5 ആഡ് ചെയ്യാന്. 5 എവിടെയുള്ളത്? അപ്പർ ബീഡില്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ട് 5 ആഡ് ചെയ്യാം. ആൻസർ എത്ര കിട്ടിയേ? എത്ര ആൻസർ കിട്ടിയേ? എത്ര? എമ്മാനോട് ചോദിക്കണ്ട, ഇവിടെ പറഞ്ഞാ മതി. എത്രയാ? കൈകൊണ്ട് ചെയ്യേ, എന്നിട്ട് പറ. 3 ആഡ് ചെയ്യാ, 2 ലെസ് ചെയ്യാ. 3 2 ലെസ് ചെയ്തേ. ഇനി 5 ആഡ് ചെയ്തേ. 5 ആഡ് ചെയ്യേ. അപ്പൊ എത്ര ആൻസർ? യെസ്, വെരി ഗുഡ്. അതുപോലെ ചെയ്യാട്ടോ. മാം, ഫിഫ്ത്ത് പേജില് 12th തിരിയുന്നില്ല. സിക്സ്ത് പേജില് 12th. ഓക്കെ, 6 ആഡ് ചെയ്തേ. ഫിഫ്ത്ത് പേജില്. ഓക്കെ, 3 ആഡ് ചെയ്തേ. പ്ലസ് 5 ചെയ്തേ. ഇനി 3 ആഡ് ചെയ്തിട്ട് പ്ലസ് 5 ചെയ്തു. ഇനി -7 ചെയ്യാനായിരിക്കും ഡൗട്ട് അല്ലേ?
എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ. ഓക്കെ, 3 നമ്മൾ തം ഫിംഗർ വെച്ചിട്ട് ആഡ് ചെയ്തു, 5 നമ്മൾ ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ട് ആഡ് ചെയ്തു. ഇപ്പൊ നമുക്ക് 8 കിട്ടി അല്ലെ? ഇനി 8ന്ന് 7 ലെസ് ചെയ്യാനാണ്. 8ന്ന് നമ്മൾ എങ്ങനെ 7 ലെസ് ചെയ്യും? 5 ലെസ് ചെയ്യാ, 2 ലെസ് ചെയ്യാ. 5 2 അല്ലേ 7? അപ്പൊ 5 ലെസ് ചെയ്യാ, 2 ലെസ് ചെയ്യാ. അപ്പൊ 1 കിട്ടി. ഇനി അതിലോട്ട് 1 കൂടി ആഡ് ചെയ്യാനാണ്. അപ്പൊ എത്ര കിട്ടി? 2 കിട്ടി അല്ലേ? അങ്ങനെയാണ് 7 ലെസ് ചെയ്യേണ്ടത്. 6 ലെസ് ചെയ്യണമെങ്കിൽ 5 ലെസ് ചെയ്യാ, 1 ലെസ് ചെയ്യാ. 8 ലെസ് ചെയ്യണമെങ്കിൽ 5 ലെസ് ചെയ്യാ, 3 ലെസ് ചെയ്യാ. ഓക്കെ, എന്താരാ ചോദിച്ചേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാം ആ, എനിക്ക് സബ്സ്ട്രാക്ഷനും അഡീഷനും അറിയാം. അഡീഷനും സബ്സ്ട്രാക്ഷനും. ഓക്കെ, 1 ആഡ് ചെയ്തിട്ട് 9 എങ്ങനെ ആഡ് ചെയ്യാന്നറിയോ? അത് പഠിച്ചിട്ടുണ്ടോ ഇസ? ഇസയാണോ നൈറയാണോ പറഞ്ഞേ? ആരാ പഠിച്ചേ? ഇല്ല മാം. പഠിച്ചിട്ടില്ലല്ലോ. അത് നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സുകളിൽ പഠിക്കും കേട്ടോ. എല്ലാരും ടൂളിൽ തന്നെ ചെയ്യുക, അല്ലാത്ത കാൽക്കുലേഷൻസ് ഒന്നും ചെയ്യരുത്. മൈൻഡ് കാൽക്കുലേഷൻ ഒന്നും ചെയ്യാനായിട്ടില്ല. മൈൻഡ് കാൽക്കുലേഷൻ നമ്മൾ നോർമൽ ചെയ്യുന്ന മൈൻഡ് കാൽക്കുലേഷൻ അല്ല അബാക്കസിൽ. അബാക്കസിൽ രീതി ഡിഫറെന്റ് ആണ്. അപ്പൊ എല്ലാരും ടൂൾ വെച്ചിട്ട് തന്നെ ചെയ്യാം. കറക്റ്റ് ഫിംഗേഴ്സ് യൂസ് ചെയ്യുക, കാരണം മൈൻഡ് കാൽക്കുലേഷന് നമുക്ക് ഫിംഗേഴ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ കറക്റ്റ് ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ബീഡ് മൂവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മാം ഫിനിഷ്. 7th പേജ് ഫിനിഷ് ആയോ? 6th പേജ് ഫിനിഷ് ആയി. 6th പേജ് ഫിനിഷ് ആയി. ഓക്കെ, വെരി ഗുഡ്. 7th പേജ് ചെയ്യണോ? 7th പേജ് ഇപ്പൊ ചെയ്യാനായിട്ടില്ല. അതിൽ നമുക്ക് ഇനി ഫോർമുലാസ് യൂസ് ചെയ്യേണ്ടി വരും. ഡയറക്റ്റ് അഡീഷനും സബ്സ്ട്രാക്ഷനും ഇപ്പൊ നിലവിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വെരി ഗുഡ്. ഐമന്റെ കഴിഞ്ഞോ? ഇല്ല ടീച്ചറെ, ഞാൻ ചെയ്തോണ്ടിരിക്കാം. ഓക്കെ, അൽഹാൻ കഴിഞ്ഞോ? ഇല്ല, 13th 6th പേജ്. ഋതിക എന്തായി? 6th പേജിലത്തെ 11th ക്വസ്റ്റ്യൻ എത്തി. വെരി ഗുഡ്. ഉഷാറാണല്ലോ. സ്ലോ ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഉഷാറായിട്ട് പോകണ്ടല്ലോ. ഓക്കെ, ചെയ്തോട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടു. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും അത് കഴിഞ്ഞിട്ട് ബീഡ് സെറ്റ് 0 ആക്കണം. സെറ്റ് 0 എന്ന് പറഞ്ഞാൽ ഒരു ബീഡും വാല്യൂ ബാറിൽ ടച്ച് ചെയ്യാതിരിക്കുമ്പോഴാണ് 0 ആവുന്നത്. അപ്പൊ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ സെറ്റ് 0 ചെയ്യണം. എങ്ങനെയാ സെറ്റ് 0 ചെയ്യുന്നത്? നമ്മൾ ഈ 2 ഫിംഗേഴ്സ് ഇതുപോലെ ഈ വാല്യൂ ബാറിന്റെ താഴെ മുകളിലായിട്ട് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ? ഇതുപോലെ നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് 0 ചെയ്യാം. ഒന്ന് സെറ്റ് 0 ചെയ്ത് നോക്കിയേ എല്ലാരും. ഇങ്ങനെ നീക്കുക, അപ്പൊ സെറ്റ് 0 ആവും. ഓരോ ക്വസ്റ്റ്യൻ കഴിഞ്ഞു കഴിഞ്ഞാലും സെറ്റ് 0 ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങളുടെ ബീഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്ത് വാല്യൂ മാറിപ്പോകും. ഇസാൻ ഏതുവരായി? ഓക്കെ, വെരി ഗുഡ്. പെട്ടെന്ന് ചെയ്തോട്ടോ. ഷയാന്റെ എവിടെ വരെയായി? ഷയാൻ സെക്കൻഡ് പേജ് ആയിട്ടുള്ളൂ മാം. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. ഹിബ
എവിടെ വരെയായി? ഹിബ പത്താമത്തെ. ഓക്കെ, പെട്ടെന്ന് ചെയ്യട്ടാ. ഓക്കെ, അർസ ഫിനിഷ്. ഓക്കെ 6th പേജത്തെ 17 എത്തി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഐഷന്റെ ഐഷ ലെഫ്റ്റ് ആണ്. ഐഷന്റെ ഫിനിഷ് ആയിട്ടുണ്ടെങ്കിൽ ബി ബുക്കില് ചെയ്യാനില്ല. ബി ബുക്ക് ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടില്ലല്ലോ, അത് ചെയ്തോട്ടോ. വരക്കാനൊക്കെ അല്ലേ ബീഡ്സിന്റെ വാല്യൂ ഏതാണ്ടാവും. 1 to 1 മുതലുള്ള പേജ് സ്റ്റാർട്ട് ചെയ്തോ. അയാന ചെയ്തോ? ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയുന്ന ഒരു നമ്പർ അതിലൊന്ന് ചെയ്ത ടൂളില്. add 4 less 2 add 5. എ ബുക്ക് ഫിനിഷ് ആയി. ബി ബുക്ക് ചെയ്യണോ? ചെയ്യട്ടെ? ചെയ്തോ. ഇപ്പൊ എത്ര ആൻസർ കിട്ടായാനാ? 7. യെസ്, ഓക്കെ, വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. add 3 add 5 less 6. ആൻസർ 2. എത്ര? 2. ഓക്കെ, വെരി ഗുഡ്. ഗ്രൂപ്പില് വിടേണ്ടത് ഹോംവർക്ക് എഴുതണ്ടേ? അല്ല, ഹോംവർക്ക് ചെയ്തിന്റെ ഗ്രൂപ്പിൽ വിടണ്ട. ഞാൻ പറയുന്നത് മാത്രം ഗ്രൂപ്പിൽ വിട്ടാൽ മതി. ഓക്കെ. എന്താണ്? ആരാ വേറെന്താ ചോദിച്ചേ? എന്താണ്? 6th പേജ് എഴുതണോ? 6th പേജ് ചെയ്യണം. എല്ലാവരും മൈക്ക് ഓഫ് ചെയ്തേ. എക്കോ അടിക്കുന്നുണ്ട്. 7th 1 ചെയ്യണോ? 7th 1 ഇപ്പൊ ചെയ്യാൻ പറ്റൂല, കാരണം നമുക്ക് ഫോർമുല ഉണ്ട്. എല്ലാരും ഒന്ന് മൈക്ക് ഓഫ് ചെയ്യണേ. എക്കോ അടിക്കുന്നുണ്ട് എന്റെ സൗണ്ട്. അമാൻ ഓക്കെ. ഞാൻ 4th പേജിലെ ആൻസേഴ്സ് ഒന്ന് വായിക്കാം. എല്ലാരും ഒന്ന് ചെക്ക് ചെയ്യണേ. 4th പേജിലെ ആൻസേഴ്സ്. 4th പേജ് എല്ലാവരുടെയും ഫിനിഷ് അല്ലേ? ഓക്കെ, എല്ലാരും ഒന്ന് ആൻസേഴ്സ്. ഷാസിൽ എന്താ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചേക്കുന്നേ? ഓക്കെ, ആൻസേഴ്സ് വായിക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ 3 4 2 3 2 1 2 3 0 3. കറക്റ്റ് ആണോ? Once more പറയോ? 3. യെസ്. എല്ലാരും മൈക്ക് ഓഫ് ചെയ്യാ. 3 4 2 3 2 1 2 3 0 3. ഈ നെക്സ്റ്റ് 11 to 20 വരെ 4 3 3 2 4 1 3 0 2 4. ഫുൾ കറക്റ്റ്. വെരി ഗുഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജിലെ ആൻസേഴ്സ്. 5th പേജ് എല്ലാരും ഏകദേശം ഫിനിഷ് ആയതല്ലേ? 5th പേജ്. ഓക്കെ, അതിന്റെ ആൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. 6 6 6 9. ഓക്കെ, ചെയ്തിട്ടില്ല, ഫിനിഷ് കേക്കുന്നില്ല ഹിബ? 8th 5th എന്താ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, കഴിഞ്ഞത് വരെയുള്ള ആൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാട്ടോ. അവള് നല്ല സ്പീഡ് കിട്ടണില്ല.
അതിങ്ങനെ ചെയ്ത് വരുമ്പോ ശരിയാവും. ടെൻഷൻ അടിക്കണ്ട കേട്ടോ. നമ്മളിപ്പോ ഇത് തുടങ്ങുന്നല്ലേ ഉള്ളൂ. ചെയ്ത് വരുമ്പോ ശരിയാവും. ബി ബുക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പൊ സ്പീഡ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, 5th ക്വസ്റ്റ്യൻ ആൻസർ ഒരു ഇതെല്ലാരും ചെയ്തതല്ല. അപ്പൊ അവരൊന്ന് ആൻസേഴ്സ് ചെക്ക് ചെയ്യാ. 6 6 6 9 6 8 6 5 7 8 5 2 6 8 1 4 2 8 4 1. മാം ഒന്നും കൂടെ പറയുക. ഏതാ ഒന്നുകൂടി പറയണ്ടേ? ഫുള്ളായിട്ട് ആൻസേഴ്സ് ഞാൻ ഒരു പ്രാവശ്യം വായിക്കുള്ളൂ കേട്ടോ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ടിക്ക് ഇടാം. ഓക്കെ, ഒരു തവണ കൂടി വായിക്കാം. 6 6 6 9 6 8 6 5 7 8 5 2 6 8 1 4 2 8 9 2 8 4 1. മാം കറക്റ്റാ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാവരുടെയും കറക്റ്റ് ആണോ? ഋതികയുടെ കറക്റ്റ് ആയിരുന്നോ? കുറച്ച് തെറ്റുണ്ട്. കുറച്ച് തെറ്റുണ്ടോ? എത്ര തെറ്റി? ഫസ്റ്റ് ആണ് തെറ്റുണ്ട്. 4th പേജില് 4th പേജില് 4th ക്വസ്റ്റ്യനും 5th ക്വസ്റ്റ്യനും 4th 5th 6th അല്ലേ? 4th 5th 6th പിന്നെ 9th 10th പിന്നെ 9th 10th പിന്നെ 15 16 17 പിന്നെ 12 പിന്നെ 15 16 17 19 20 അല്ല, ഇതൊക്കെ റോങ് ആണോ റൈറ്റ് ആണോ? പേജിൽ എത്ര? ഋതിക, ഇതൊക്കെ റൈറ്റ് ആൻസേഴ്സ് ആണോ അതോ റോങ് ആൻസേഴ്സ് ആണോ? റോങ് ആൻസേഴ്സ്. എന്തു പറ്റി അത്രയും റോങ് ആവാന്? മനസ്സിലായില്ലേ? ഓക്കെ, ഞാൻ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. ഋതിക, add 3 add 5 ചെയ്തു. less 6 less 6 less 6. കിട്ടിയോ? ആൻസർ കിട്ടിയോ? എത്രയാ കിട്ടുന്ന പറഞ്ഞാ മതി കേട്ടോ. ഋതിക, 1 നോക്കി നോക്ക്, 1 ആണോ? 1 ആണോ? എത്രയാ? അല്ലല്ല, ഞങ്ങക്ക് എന്താ കിട്ടിയതെന്ന് ഒന്നും കൂടി നോക്കി നോക്ക്. ഞങ്ങക്ക് മോളിലത്തെ ഒരു വീട് ഉണ്ടല്ലോ. 6 ആണോ? ആൻസർ 7 ആണ്. 2 ആയിരുന്നു ആൻസർ. 3 ആഡ് ചെയ്യാം. 3 നമ്മൾ ഇതുപോലെ ആഡ് ചെയ്തു. എന്നിട്ട് എന്താ പറഞ്ഞേ? 5 ആഡ് ചെയ്യാനാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 5 ലോ അപ്പർ ബീഡിന്ന് 5 ആഡ് ചെയ്ത് കൊടുക്കും. 3 ആഡ് ചെയ്തിട്ട് 5 ആഡ് ചെയ്ത് കൊടുത്തു. ഇനി -6 ആണ് പറഞ്ഞത്. ഇപ്പൊ നമുക്ക് 8 കിട്ടി. 8 -6 ചെയ്യാന് 5 മൈനസ് ചെയ്യാ, 1 മൈനസ് ചെയ്യാ. അങ്ങനെയല്ലേ ചെയ്യുന്നേ? മനസ്സിലായോ? മനസ്സിലായി. എന്നാ ഞാനൊരു ക്വസ്റ്റ്യൻ കൂടി തരാം. ബാക്കിയുള്ളവരൊക്കെ ചെയ്യാട്ടോ. 6th പേജ് ചെയ്യാ ഫിനിഷ് ആവാത്തവരെ. എങ്ങനാ? ഹോസ്റ്റ് ആക്കണമെന്നോ?
ടീച്ചർ അറിയാണ്ടാക്കി പോയത് മുമ്പാ. അത് ഞാൻ അല്ലായിരിക്കും, അറിയാണ്ടാക്കിയതായിരിക്കും. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ഋതിക 2 ആഡ് ചെയ്തേ. ബാക്കിയുള്ളവരൊക്കെ ചെയ്യാട്ടോ. പേജ് നമ്പർ 6 ചെയ്യാ. 2 ആഡ് ചെയ്യാ. 2 തം ഫിംഗർ വെച്ചിട്ട് ആഡ് ചെയ്യാ. ഓക്കെ, ഇനി ഒരു തവണ കൂടി 2 ആഡ് ചെയ്യേ. ഇപ്പൊ എത്ര ആൻസർ കിട്ടിയേ? 4. ഓക്കെ, ഇനി 4 -3 ചെയ്തേ. ഇപ്പൊ എത്ര ആൻസർ കിട്ടിയേ? ഓക്കെ, ഇനി അതിലോട്ട് 5 ആഡ് ചെയ്തേ. ഇനി -6 ചെയ്തേ. സ്പ്ലിറ്റ് ചെയ്യാ. ഇപ്പൊ എത്ര ആൻസർ കിട്ടിയേ? 0. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നേ. ഋതികക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലോ. എന്തിനാ ടെൻഷൻ ആവുന്നേ? ഋതിക ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, 6th പേജിലെ ആൻസേഴ്സ് കൂടി ഒന്ന് വായിച്ചാലോ? ചെയ്തവരുണ്ടാവുമല്ലോ അല്ലെ? ബുക്ക് ബിയില് സെക്കൻഡ് പേജില് 29 30 സെയിം ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ സെയിം ബീഡ് വരക്കാം. ഓക്കെ. അല്ലെങ്കിൽ പിന്നെ 6th പേജിലെ ആൻസേഴ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും പേജ് നമ്പർ 6 ചെയ്യാട്ടോ. ഫിനിഷ് ചെയ്യാ. അതുപോലെ ഒന്ന് മൈക്ക് ഓഫ് ചെയ്യണേ അമ്മാൻ. ബി ബുക്കിൽ 6 വരെ ചെയ്യണ്ടേ? ബി ബുക്കിൽ 6 വരെ ചെയ്യണം. ഓക്കെ, 6th കൂടി വായിച്ചോ. അപ്പൊ ഇനി ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഷയാൻ ഓക്കെ ആണോ? ഷയാൻ കിടന്നൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ, ബി ബുക്കിലും എ ബുക്കിലും 6th പേജ് വരെ ചെയ്യണോ? യെസ്, ബി ബുക്കിലും എ ബുക്കിലും 6th പേജ് വരെ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫോർമുലകളാണ് പറയാ. അപ്പൊ എല്ലാരും ബുക്ക് ഇല്ലാത്തവര് പ്രിന്റ് എടുക്കുക, മസ്റ്റ് ആയിട്ടും പ്രിന്റ് എടുക്കുക. കാരണം ഇനി നമ്മൾ ഫോർമുലാസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നല്ല ഇമ്പോർട്ടന്റ് ക്ലാസ് ആണ്. ഇതിൽ നിങ്ങൾക്ക് മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. റെക്കോർഡ് കേട്ടാലും ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പൊ ലൈവ് ആയിട്ട് തന്നെ എല്ലാവരും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക. അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം ക്ലാസ് മിസ് ചെയ്യരുത്. അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം ഓക്കെ. അല്ലാത്തവരൊക്കെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. കാരണം നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുക. ഇപ്പൊ ഈ 1 ആഡ് ചെയ്തിട്ട് ഇതിലോട്ട് 9 ആഡ് ചെയ്യാൻ പറഞ്ഞു. ആരാ വിളിച്ചേ? എങ്ങനാ? എങ്ങനെയാണ്? നത്തിങ് മാം, സോറി. ഓക്കെ, ഇനി 1 ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് 9 ആഡ് ചെയ്യാൻ പറ്റുമോ? 1 ആഡ് ചെയ്താൽ പിന്നെ ബാലൻസ് എത്രയുള്ളേ? 8. 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാവരും ശ്രദ്ധിക്കാട്ടോ. 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാലൻസ് ബീഡ് 1 2 3 and 5 + 3 8 5 6 7 8 ബീഡാണ് ബാലൻസ് ഉള്ളത്. അപ്പൊ നമുക്ക് 1ലോട്ട് 9 ആഡ് ചെയ്യാൻ നമുക്ക് പറ്റൂല, ഇല്ലല്ലോ. അപ്പോഴാണ് നമ്മള് +9ന്റെ ഫോർമുല യൂസ് ചെയ്യുന്നത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാനില്ലാത്തത് കൊണ്ട് നമ്മൾ +9 ഒരു ഫോർമുല ക്രിയേറ്റ് ചെയ്തിട്ടാണ് ആഡ് 9 നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആഡ് 9 ചെയ്യാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ?
നമ്മുടെ കയ്യിൽ ഇപ്പൊ 9 എടുക്കാനില്ല. അപ്പൊ നമ്മുടെ കയ്യിലില്ലാത്തൊരു സാധനം തൊട്ടപ്പുറമുള്ള വീടിന്റെ അടുത്തുനിന്ന് ബോറോ ചെയ്യും. ബോറോ ചെയ്യാന്ന് പറഞ്ഞാൽ കടം മേടിക്കാം അല്ലെ. നമ്മള് 1s റോഡിൽ ഇല്ലാത്തത് കൊണ്ട് 10s റോഡിന്റെ അടുത്തുനിന്ന് ഒരു വീട് ബോറോ ചെയ്യും. ആഡ് 10. പക്ഷെ ഇപ്പൊ നമുക്ക് എത്രയാ കിട്ടിയേ? 10 ആണ് അല്ലേ. 10ന്ന് എത്ര ലെസ് ചെയ്താലാ 9 ആക്കുക? 10നെ എങ്ങനെയാ നമ്മൾ 9 ആക്കുക? 1 minus 1 borrow ചെയ്താൽ 1 മൈനസ് ചെയ്താലേ അല്ലേ. പ്ലസ് 10 മൈനസ് 1. അപ്പൊ 1 plus 9 is equal to 10 കിട്ടിയില്ലേ? അപ്പൊ നമ്മൾ പ്ലസ് 9ന്റെ ഫോർമുല ഇതാണ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. പ്ലസ് 9 is equal to പ്ലസ് 10 മൈനസ് 1. ഇനി 2 ആഡ് ചെയ്താലും 9 ആഡ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? 2 ആഡ് ചെയ്തിട്ട് ബാലൻസ് 7 ഉള്ളൂ. നമുക്ക് 9 ആഡ് ചെയ്യണമെങ്കിൽ പ്ലസ് 2 അല്ല 2 നമ്മള് 1s റോഡിൽ 2 ആഡ് ചെയ്തു. ഇനി 2ലോട്ട് 9 ആഡ് ചെയ്യാൻ പറഞ്ഞാൽ 1 ഡിജിറ്റ് ഒക്കെ നമ്മള് 1s റോഡിലാണ് ചെയ്യുക. ഓക്കെ. അപ്പൊ നമുക്ക് 2 ആഡ് ചെയ്തിട്ട് 9 ആഡ് ചെയ്യാന് എന്താ ചെയ്യണ്ടേ? 2ന്റെ അടുത്ത് 1s റോഡിൽ നമുക്ക് 9 ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാനില്ല. അപ്പൊ നമ്മള് 1s റോഡിന്റെ തൊട്ടപ്പുറമുള്ള വീടായിട്ടുള്ള 10s റോഡിന്റെ അടുത്തുനിന്ന് ഒരു വീട് ബോറോ ചെയ്യും. അപ്പൊ നമ്മൾ 10നെയാണ് ആഡ് ചെയ്തത്. പക്ഷെ 10നെ 9 ആക്കാൻ എന്ത് ചെയ്യണം? 10 ആഡ് ചെയ്ത് 1 1s റോഡിൽ നിന്ന് ലെസ് ചെയ്യും. 10 പ്ലസ് 10 മൈനസ് 1. ഇതല്ലേ 9 പ്ലസ് 10 മൈനസ് 1. 10ന്ന് 1 കുറച്ചാലല്ലേ നമുക്ക് 9 കിട്ടുക. അപ്പൊ 9ന്റെ ഫ്രണ്ട് 1. ഓക്കെ. ഇങ്ങനെ 8ന്റെ ഫ്രണ്ട് ഉണ്ട്, 7ന്റെ ഫ്രണ്ട് ഉണ്ട്, 6ന്റെ ഫ്രണ്ട് ഉണ്ട്, 5ന്റെ ഫ്രണ്ട് ഉണ്ട്. ഇങ്ങനെ 1 വരെയുള്ള നമ്പേഴ്സിന് നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ആ ബോക്സ് നമുക്ക് അത് താഴെ ഇങ്ങനെ എഴുതാനുള്ളതാണ്. ഫോർമുല താഴെ എഴുതി കൊടുക്കാനുള്ളതാണ്. അപ്പുറമുള്ള ബോക്സ് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റിംഗ് ആണ്. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതാനുള്ളതാണ് താഴെ വരെ 0 to 9 വരെ. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ബാക്കിയുള്ളവർ പേജ് നമ്പർ 6 വരെ നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്ക് എഴുതിയിട്ട് ഫിനിഷ് ചെയ്യാം. ഓക്കെ. ബി ബുക്ക് 6th പേജ് വരെ ഫിനിഷ് ചെയ്യാം. ഓക്കെ. Miss, when is the next class? I think it's Sunday. Okay. മാം മൺഡേ വെനസ്ഡേ ഫ്രൈഡേ മാത്രല്ലേ ക്ലാസ് ഉള്ളൂ? യെസ് മൺഡേ വെനസ്ഡേ ഫ്രൈഡേ. അപ്പൊ സൺഡേ ഉണ്ടാവില്ല. മാം ഇപ്പൊ സൺഡേ വരുന്നില്ല? ഇല്ല, സൺഡേ ഉണ്ടാവില്ല, ക്ലാസ് ഉണ്ടാവില്ല. വീക്ക്ലി 3 days അല്ലേ ഉണ്ടാവുക. ഓക്കെ. അപ്പൊ നമുക്ക് എന്നാ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? Okay. Okay. See you in the next class. Bye. Thank you, Miss. Assalamualaikum. Waalaikumsalam.